നല്ലൊരു യമണ്ടൻ കൊലയുണ്ട്. നല്ല വെയിലാട്ടോ, നല്ല വെയിലുണ്ട്, നല്ല വിശപ്പുണ്ട്. ഈ ചേച്ചിയെ ഇതൊരു പിടകണ കൊല. എന്താ വില ഏത്തക്കപ്പോ? 70. എത്ര കിലോ ഉണ്ടാവും ഇത്? തൂക്കി നോക്കിയിട്ട് ആണോ? തൂക്കിക്കുന്നോളി. 11,800. ചോറ് എന്തായി? ചോറൊക്കെ പൊതിച്ചോറ്, കഞ്ഞി, അസ്ത്രം. ഈ അസ്ത്രം എന്താ പുഴുക്കോ? അല്ല, അതൊരു കറിയാ. അത് ഈ ഇതെല്ലാം നമ്മുടെ കൂട്ടുപുഴുക്കിനകത്ത് ഇടുന്ന എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കുന്ന കഞ്ഞിക്കുള്ള കറി. അത് കാച്ചില്, ചേന, കപ്പ, ചേമ്പ്, കണ്ണൻ ചേമ്പ്, കിഴങ്ങ്. അരുവാപ്പലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കൃഷിക്കാർക്കായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കൃഷിക്കൂട്ടം. ഇവിടെ കൊണ്ട് തരുന്നേ, ഇവിടെ തരും. അവരുടെ കൃഷി ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും ഞങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാം പച്ചക്കറിയും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം. അതുകൊണ്ട് ഞങ്ങൾ കഫേയിലേക്ക് ആവശ്യമായ കൂട്ടുപുഴുക്ക്, കഞ്ഞി, അസ്ത്രം, പിന്നെ 4 മണിക്ക് പഴംപൊരി, ഇതുപോലെ മുന്തിരിക്കൊത്ത്, ഇതൊക്കെ ഞങ്ങളുടെ കുമ്പളപ്പം, ഇലയപ്പം, കൊഴുക്കട്ട, ഇത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പയറുപൊടി, ചെറുപയർ വറുത്ത് പൊടിച്ച് തേങ്ങായും ശർക്കരയും ഏലക്കായും ഉപയോഗിച്ചുണ്ടാക്കുന്ന മുന്തിരിക്കൊത്ത്. ഞങ്ങളിവിടെ 8 പേര് കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അരുവാപ്പലം കൃഷിഭവന്റെ കീഴിലുള്ള 8 പേരുണ്ട് ഇതിനകത്തിലെ മെമ്പേഴ്സ്. നമ്മൾ വന്നതിന് ശേഷം തന്നെ 5-6 ബസ് വന്ന് വെട്ടം നിർത്തുന്നു. കണ്ടക്ടർമാർ, ഡ്രൈവർമാർ വരും, 4-5 പാർസൽ വാങ്ങുന്നു, പോകുന്നു. മീൻകറി, മോരുകറി, സാമ്പാർ, ഒരു തോരന്, അച്ചാറ്. 70 രൂപ. ഇത് ഹണിക്കോള. ഇത് 30 രൂപ. ഇഞ്ചി നീര്, നാരങ്ങ നീര്, തേന്, ഏലക്ക സാധനങ്ങൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും 9 സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും കഞ്ഞിയും എല്ലാം ഉണ്ട്. എല്ലാം റെഡിയാവും. വൈകുന്നേരം 5 മണിക്ക് അടയ്ക്കും. 5 മണിയാകുമ്പോഴത്തേന് മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ഞങ്ങൾ വീടുകളിൽ തന്നെ, ഞങ്ങളുടെ തന്നെ വീടുകളിൽ കഴുകി ഉണങ്ങി പൊടിച്ചെടുക്കുന്ന മല്ലിപ്പൊടി, കാപ്പിപ്പൊടി. ഈ കുടംപുളി തോട്ടുപുളിന്നോ? ഇവിടെയൊക്കെ തോട്ടുപുളി. നമ്മുടെ പറമ്പിലുണ്ടാവുന്ന ചേനയോ ചേമ്പോ കാച്ചിലോ ഈ നേന്ത്രക്കോയോ എന്തുമായിക്കോട്ടെ, അത് നേരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ വാങ്ങും, നമുക്ക് പൈസ തരും. നീ വേണ്ടത് കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കുക, എന്ത് വേണമെങ്കിലും. ഈ അല്ല നമുക്ക് വന്നിട്ട് വാങ്ങാൻ, നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങാനാണെങ്കിൽ അതും ഇവിടെ വന്നാൽ മതി. ഇവർ മറിച്ച് വേറെ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നില്ല. കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ ഈ സംരംഭം. തുടങ്ങിയ പോലെ ഉണ്ട്. ഇത് കാച്ചില്, കപ്പ, ചേമ്പ് എല്ലാം ഉണ്ട്. മധുരക്കിഴങ്ങ് എല്ലാം നാടൻ ഭക്ഷണം. ഇത് കാന്താരി, തൈര്, ഇത് മുളക് ചമ്മന്തി, മീൻകറി. ഈ കാന്താരി ചമ്മന്തി കളർ വൈറ്റ്, തൈര് ഒഴിക്കുന്നുണ്ട്, എരിവ് കുറയാൻ വേണ്ടി തൈര്. എന്താ മീന്? ചൂരയോ? കേര. അല്ലാതെ മീൻ പൊരിച്ച ഫ്രൈ ചെയ്യുന്നത് മത്തിയോ? മത്തി. ചില ദിവസം ഉണക്കമീൻ വറുത്തത്. എല്ലുകറിയും കപ്പയും കാണും. കപ്പയും ബീഫും കാണും. കഞ്ഞിയും വസ്ത്രവും. കഞ്ഞിക്ക് 50 രൂപയോ? 50 രൂപ ഒന്നിച്ചല്ലേ? ഒന്നിച്ച്. കഞ്ഞിയും വസ്ത്രം കൂടെ 50 രൂപ. കൂട്ടുപുഴുക്കല്ലേ? ഇതും 50 രൂപയല്ലേ? 50 രൂപ. മധുരക്കിഴങ്ങ്, കാന്താരി ചമ്മന്തി മുക്കിയിട്ട് ചേട്ടാ ഇരിക്കുവാ? ചേട്ടാ സ്ഥലം എവിടെ? എവിടെ? കലഞ്ഞൂര്. ഇത് ഗംഭീരമാണല്ലേ? ഇതാണ് ഏറ്റവും നല്ല.
അപ്പോൾ കോന്നി ഭാഗത്തുകാരെ വരുന്നുണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞിയും കപ്പിയും അത്ര കഴിച്ചിട്ട് പോവാം അല്ലേ? വയറിന് വലിയ കേടില്ലാതെ നാച്ചുറൽ ഫുഡ്. കൃഷിഭവൻ്റെ കീഴിലാണ് നമ്മുടെ സ്ഥാപനം. ഓരോ നാട്ടിലും വീട്ടിലുണ്ടാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അവരിവിടെ എത്തിച്ചു തരും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ നമുക്ക് വീട്ടിൽ വാങ്ങി പോവാം. അപ്പോൾ നല്ല ഫുഡും കഴിക്കാം. എന്നിട്ടും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.